നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കൊരു അഭിമാന നേട്ടമുണ്ടായിരിക്കുന്നു, അതും പാരീസ് ഒളിമ്പിക്സിൽ. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ നേട്ടത്തിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യമുള്ളത്. 10 മീറ്റർ വിമൻസ് എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ മനു ഭാക്കറാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 3ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത്, വെങ്കല നേട്ടവും. ഈ ഇനത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് രാജ്യം. നേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് താരത്തിന് വെള്ളി മെഡൽ നഷ്ടമായിരിക്കുന്നത്. ദക്ഷിണ കൊറിയയാണ് 1ഉം 2ഉം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇന്ത്യയുടെ 22-കാരിയായ മനു ഭാക്കർ യോഗ്യതാ ഫൈനലിൽ ഇടം നേടിയത്. ചെറുപ്പകാലം മുതൽ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മികവ് കാട്ടിയിട്ടുള്ള താരം കൂടിയാണ് മനു ഭാക്കർ. ഹരിയാന സ്വദേശിനി കൂടിയാണ്. ഷൂട്ടിങ്ങിൽ 12 വർഷത്തെ മെഡൽ ഇല്ലായ്മയുടെ വിഷമത്തിൻ്റെ ആ ഒരു സങ്കടഭാരം തന്നെയാണ് മനു ഭാക്കർ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഷൂട്ടിങ്ങിൽ 12 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് നല്ലൊരു നേട്ടമുണ്ടായിരിക്കുന്നു. ലോകകപ്പ് ഷൂട്ടിങ്ങിൽ 9ാം സ്വർണവും, ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണവും, യൂത്ത് ഒളിമ്പിക്സിൽ 1 സ്വർണവും മനു ഭാക്കർ നേടിയിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ മനു ഭാക്കറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിട്ടുണ്ട്. ചരിത്ര നേട്ടമെന്നാണ് മോദി ട്വിറ്ററിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിത എന്നത് കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും വളരെ മഹത്തായ നേട്ടമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അതുപോലെ പാരീസ് ഒളിമ്പിക്സ് വനിതാ വിഭാഗം ബാഡ്മിൻ്റൺ സിംഗിൾസിൽ ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ പാക് താരം ഫാത്തിമ അബ്ദുൾ റസാഖിനെതിരെ അനായാസ വിജയവുമായി ഇന്ത്യയുടെ PV സിന്ധുവും. ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ നേരിട്ടുള്ള ഗെയിമുകളിലായിരുന്നു 10ാം സീഡായ സിന്ധുവിൻ്റെ ജയം. സ്കോർ 21-9, 21-6 എന്നാണ്. നാളെ നടക്കുന്ന 2ാം റൗണ്ട് പോരാട്ടത്തിൽ എസ്റ്റോണിയയുടെ ക്രിസ്റ്റ്യൻ കൂബയാണ് സിന്ധുവിൻ്റെ എതിരാളിയും. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തെയും ഇന്ത്യ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.